ഇന്നത്തോടെ തീർക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ സമയം നമുക്കറിയാലോ. അപ്പോൾ ഗദ്യഭാഗം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസുൽ ഹദീസിലെ ഗദ്യഭാഗമാണ്. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്ന വിഷയം നസ്റുഫിൽ ഹദീസിലെ മോഡേൺ പ്രോസുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളാണ്. അപ്പൊ അതിൻ്റെ അകത്ത് റിഫാത്ത് അഫ്താവി, മുഹമ്മദ് അബ്ദ, ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, പിന്നെ അങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓക്കെ, എല്ലാവരും ഇന്നലെ നടന്ന ക്ലാസ് ആണ് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോകരുത്. കാരണം പ്രീവിയസ്ലി എക്സാമിന് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന കുറെ കാര്യങ്ങളാണ്. തവക്കുൽ കർമാന്റെ ജാഹിദത്ത് നോബ് പ്രൈസ് ആയിരുന്നാലും, അതുപോലെ തന്നെ റിസ്കുള്ള ഹസൂനിന്റെ മിർആത്തുൽ അഹ്വാൽ ആയിരുന്നാലും, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദയുടെ ഉർവത്തുൽ ഉസ്ക ആയിരുന്നാലും, നഹ്ജുൽ ബലാഗ ആയിരുന്നാലും, വഹിയുൽ കലം സാദിഖ് റാഫിയുടെ വഹിയുൽ കലം ആയിരുന്നാലും, ഫീ ദിലാൽ ഖുർആൻ സയ്യിദ് കുതുബിന്റെ ഫീ ദിലാൽ ഖുർആൻ ആയിരുന്നാലും, അഹമ്മദ് ഹസൻ സയ്യാത്തിന്റെ താരിഖുൽ അദബ് ആയിരുന്നാലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയാണ്. അത് ഏത് പരീക്ഷയ്ക്കും നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളും ഒക്കെ മനസ്സിലായി ഓർത്തിരുത്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ നമുക്ക് ഇന്ന് മറ്റൊരു കൺസെപ്റ്റിലേക്ക്, മറ്റൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. മുമ്പ് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മിൻ അസ്ബക്കിൽ അഖ്താറുൽ അറബിയത്തി ഇല തഅലീഫി അൽ ഫന്നുൽ ഖിസസി. കഥ എന്ന കലയിലേക്ക് ആദ്യമായി പേന കൊണ്ട് ചലിച്ച അറബ് പ്രദേശം ഏതാണ് എന്നുള്ളതാണ്. എല്ലാവരും ആൻസർ ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഡയറക്ട്ലി ആൻസറിലേക്ക് പോകുന്നു. മിസ്ർ, ഈജിപ്ത് തന്നെയാണ്. ഈ ഈജിപ്തിന്റെ ചരിത്രങ്ങളൊക്കെ തുടങ്ങുന്നത്, ഈജിപ്തിന്റെ ചരിത്രങ്ങളിലേക്ക് അതിലേക്കൊക്കെ ഞാൻ പറഞ്ഞു വരാം ഇൻഷാ അല്ലാഹ്. അൽ ഫന്നു അക്സർ ഇന്തിഷാറൻ ഫി ഫുനൂനിൽ ഖിസ്സ ഫി മിസ്ർ. ഇനി ഈജിപ്തിന്റെ കാര്യം വെച്ച് തന്നെ വീണ്ടും നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ കഥകളില് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ, ഈജിപ്തിൽ പ്രചാരം നേടിയിട്ടുള്ള കല ഏതാണെന്നുള്ളതാണ്. ഖിസ്സ കസീറയാണ് നമുക്കത് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഷെയറും നെസറും ഡിസ്കസ് ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കിനി ഖിസ്സ കസീറയിലേക്കാണ് വരേണ്ടത്. അപ്പോ ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഓറലി പറഞ്ഞു വെക്കണം എന്ന് വിചാരിക്കാം. ഈ അറബികളുടെ കഥാപാരമ്പര്യം തുടങ്ങുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലൊന്നുമല്ല. നമ്മുടെ പുസ്തകങ്ങളായിട്ടുള്ള അൽഫ് ലൈല, കലീല ബദിന്ന തുടങ്ങിയിട്ടുള്ളതൊക്കെ അറബികൾക്ക് അങ്ങനെ ഒരുപാട് കഥാപാരമ്പര്യം ഓൾറെഡി ഉണ്ട്. അവർക്ക് കഥാപാരമ്പര്യം ഓൾറെഡി ഉണ്ട്. പക്ഷെ പിന്നീട് ഈ ഒരു കഥയിലേക്ക്, ആധുനികമായിട്ടുള്ള കഥകളിലൊക്കെ കടന്നു വരുന്നത് 1700-ന്റെ ഒക്കെ തുടക്കത്തിലാണ്. പിന്നീട് അവർ ഓരോ തവണയും തജ്ദീദിയത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ സുലൈമാനുൽ ബുസ്താനിയുടെ, സലീം ബുസ്താനിയുടെ റമിയത്ത് മിൻ വൈലറാം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനെ ആദ്യത്തെ നോവലായിട്ടൊക്കെ പരിഗണിക്കുന്നുണ്ട് ചില ആൾക്കാർ. അല്ല, ആദ്യത്തെ ഷോർട്ട് സ്റ്റോറിയാണെന്ന് പറയുന്നവരുണ്ട്. പിന്നെ പക്ഷെ പിന്നീട് ഈ പറയുന്ന ഫുൽക്കിത്താറും അതുപോലെ തന്നെ സൈനബും ഒക്കെ വരുന്നത് ഒരു ലക്ഷണമൊത്ത കഥ അല്ലെങ്കിൽ ലക്ഷണമൊത്ത നോവൽ എന്നുള്ളതാണ്. അതായത് കഥയ്ക്ക് കുറെ അനാസറുകളുണ്ട്. അത് കഥയ്ക്ക് മാത്രമല്ല, നോവലിനുണ്ട്. അതൊക്കെ ജനറൽ ഏരിയാസ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെങ്കിലും ഈ അനാസറുകളൊക്കെ നമ്മളിപ്പോ പുട്ടുണ്ടാക്കുമ്പോ തേങ്ങ ഇടാതെ കഴിച്ചതിന് ടേസ്റ്റ് കിട്ടൂല, അല്ലെ? പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ ഇടാതെ കഴിച്ചതിന് ടേസ്റ്റ് ഉണ്ടാവൂല. പക്ഷെ ചില ആൾക്കാർക്ക് പുട്ടിടുമ്പോ തേങ്ങ ഇല്ലാതെ കഴിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല, അത് എക്സ്പ്രഷണൽ കേസുകളാണ്. പക്ഷെ മോസ്റ്റ് പ്രോബബിലി എല്ലാവർക്കും തേങ്ങ ഇട്ട് കഴിക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഈ പുട്ടിന് തേങ്ങ എന്നതുപോലെ തന്നെ ഈ കലകൾക്ക് കുറച്ച് അനാസറുകളുണ്ട്. ഈ അനാസറുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ അതിന് നമ്മൾ പറയും അതൊരു ലക്ഷണമൊത്ത കല എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ലക്ഷണമൊത്ത കലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാകണം എന്ന രൂപത്തിൽ അവതരിപ്പിച്ചതാണ് ഷോർട്ട് സ്റ്റോറി എന്ന രൂപത്തിൽ, അല്ല, കഥകൾ എന്ന രൂപത്തിൽ അറിയപ്പെട്ടത്. ഇനി എല്ലാ മനുഷ്യർക്കും ഒരു കഥകൾ കംപ്ലീറ്റ് വായിക്കാൻ ഇഷ്ടമാണോ? കംപ്ലീറ്റ് കഥയും വായിക്കാൻ ഇഷ്ടമാണോ?
എല്ലാവർക്കും ഇഷ്ടമാണോന്നും ഉണ്ടാവൂല. അപ്പം വായനക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എഴുത്തുകാർ ചിന്തിച്ചു നമുക്ക് കഥകളെ ഒന്നും കൂടി കണ്ടന്റ് കുറച്ചുകൊണ്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കാം. അപ്പൊ അവര് ഒരു എന്താണ് ഒരു പേര് വിളിച്ചു, ഓമന പേരിട്ടു, കിസ്സ കസീറ, ഷോർട്ട് സ്റ്റോറി എന്നുള്ള പേരിൽ. ഇപ്പം ഷോർട്ട് സ്റ്റോറിയിൽ അറിയപ്പെട്ട ഒരുപാട് എഴുത്തുകാരുണ്ട്, അറബി സാഹിത്യത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഇവൻ നജീബ് മഹ്ഫൂദിന് പോലും ഷോർട്ട് സ്റ്റോറികൾ ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ സാധാരണ നെറ്റ് സിലബസിനൊക്കെ ചോദിക്കുന്ന ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിൽ പെടാത്തതായിരുന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഞാൻ ഈ കണ്ടന്റിലേക്ക് വന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കാണ്. അപ്പോ കിസ്സ കസീറ എന്ന എഴുത്തുകാരിൽ പെടാത്ത വ്യക്തിയാരെന്നാണ്, പെട്ടതല്ല പെടാത്തത്, ലൈസ മിൻ കാത്തബി അൽ കിസ്സ അൽ കസീറ എന്നാണ് ചോദ്യം. യൂസുഫ് ഇദ്രീസ് ഉണ്ട്, അഹമ്മദ് തൈമൂർ ഉണ്ട്, മുഹമ്മദ് തൈമൂർ ഉണ്ട്, തൗഫീഖ് അൽ ഹക്കീം ഉണ്ട്. ഒരുപക്ഷെ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആൾക്ക് ഈ അഹമ്മദ് തൈമൂറിനെ പറ്റി വലിയ ധാരണ എല്ലാം തോന്നുന്നു അല്ലെ. ആള് ഈ മുഹമ്മദ് തൈമൂറിന്റെ വാപ്പയാണ്, കുറച്ച് കൂടിയനാണ്, മുപ്പർക്കൊക്കെ കഥയുണ്ട്. പക്ഷെ തൗഫീഖ് അൽ ഹക്കീം എന്ന് പറയുന്ന ആൾക്ക് കഥയുണ്ടെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നുള്ള രൂപത്തിലല്ല തൗഫീഖ് അൽ ഹക്കീം അറിയപ്പെട്ടത്. മൂപ്പർ അറിയപ്പെടുന്നത് ഏതിലാണ്? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാവോ? നിങ്ങളൊക്കെ ബുദ്ധികളാണെന്ന് നോക്കട്ടെ. മൂപ്പര് മസ്റഹിയയിലാണ്, മസ്റഹിയ. ഓക്കെ, മസ്റഹിയത്തു അദ്ദിഹിനിയ. ക്ലോസഡ് ഡ്രാമ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രാമാസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ക്ലോസഡ് ഡ്രാമാസിന്റെ വിഷയത്തിലാണ് തൗഫീഖ് അൽ ഹക്കീം എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇന്തിഷാർ ആകുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് ആരൊക്കെയാണ്? മൻഫലൂത്തി വരുന്നുണ്ട്, മുഹമ്മദ് തൈമൂർ, മഹ്മൂദ് തൈമൂർ, യൂസുഫ് ഇദ്രീസ്, ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, യഹിയ ഹക്കീം. ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് കേട്ടോ. ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ഇതില് മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തിയെ പറ്റിയും അതുപോലെ തന്നെ മുഹമ്മദ് തൈമൂറിനെ പറ്റിയിട്ട് എന്തോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ബാക്കിയുള്ളവരെ പറ്റിയൊക്കെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയാവും. ഒരു ചോദ്യം നോക്കിക്കേ, യാ ലിൽ അജബ്, അത്ഭുതം. ലൗ അഅതി ഹാദൽ ഗനി ദാലികൽ ഫഖീർ മാ ഫളൽ അൻ ഹാജാതിഹി മിനത് തുആം മാ ഇഷ്തക വാഹിദ് മിൻഹുമാ സഖമൻ വല അലമൻ. ഇത് ഗനി അൽ ഫഖീർ എന്ന് പറയുന്ന ഒരു കഥയിൽ നിന്നിട്ടുള്ളതാണ്. അത്യാവശ്യം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. മാറു നക്കാഷ്, അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് എററാണ്, മാറു നക്കാഷ് എന്നായിപ്പോയി. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, മൻഫലൂത്തി ദോസ്. ഓക്കെ, ഈ കിസ്സത്ത് ഗനി വൽ ഫഖീർ എന്ന് പറയുന്നത് സാധാരണ ഈ കേട്ടറ്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ ഈ കേട്ടറ്റ് പഠിക്കുന്ന സമയത്ത് ഈ മൻഫലൂത്തിയുടെ പുസ്തകത്തിന്റെ അറ്റത്തൊക്കെ എന്തിനാ ഇവര് ചോദിക്കണമെന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നത് കേട്ടറ്റ് പരീക്ഷയ്ക്ക്. പിന്നീടാണ് എനിക്ക് കത്തിയത്. എന്ത് ചെയ്തു, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെയിം ഇബാറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മോഡേൺ പ്രോസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഏതെന്നറിയോ? നിങ്ങളെ പ്രധാനമായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിരിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യമായിട്ട് വരാറുണ്ട് ഈ മോഡേൺ പ്രോസ് രംഗത്ത്. ഇപ്പം മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി ആരാണെന്ന് നമ്മൾ പറയാം. അദ്ദേഹം ഒരു എഴുത്തുകാരനും സാഹിത്യകാരനും കവിയും ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു വ്യക്തിയുമാണ് ആര്? മൻഫലൂത്തി. അദ്ദേഹം ഒരു ഈജിപ്ഷ്യക്കാരനാണ്. ഈ ഈജിപ്തിലെ ഉസ്യൂത്ത് പട്ടണത്തില് മൻഫലൂത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മൻഫലൂത്തി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഹസനിയ കുടുംബക്കാരനാണ്. ഉമ്മയാവട്ടെ ഒരു തുർക്കിഷ് അസിലുകാരിയുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, ഒരു വട്ടമല്ല ഒരുപാട് വട്ടം, ഒരു 5 വട്ടമെങ്കിലും നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ഹസനിയ കുടുംബക്കാരിയാണ്. അതുപോലെ തന്നെ ഉമ്മ തുർക്കിഷ് വംശജയാണ്. പിന്നെ മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തിയും നമ്മൾ ഇന്നലെ പഠിച്ച മുഹമ്മദ് അബ്ദ ഇല്ലേ, മുഹമ്മദ് അബ്ദ ഓർമ്മയുണ്ടാവും? മുഹമ്മദ് അബ്ദ ഓർമ്മയുണ്ടാവും? ആ മുഹമ്മദ് അബ്ദയുടെ പുസ്തകം ഏതായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഏതായിരുന്നു? ഉർവത്തുൽ ഉസ്ക പുസ്തകമാണ്. ഓക്കെ, ഷർഹ് നഹ്ജുൽ ബലാഗൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ മുഹമ്മദുൽ അബ്ദ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഹുദൈബി അബ്ബാസ് ഹിൽമി അസാനി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരിയെ ഇദ്ദേഹം ഹിജാഗ് ചെയ്തു. കാരണം അബ്ബാസ് ഹിൽമിയുടെ ഭരണത്തിലൊന്നും മുസ്തഫ ലത്തുഫിൽ മൻഫലൂത്തിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ദുഷ്ഭരണത്തിനെതിരെ ഇദ്ദേഹം ഹിജാഗ് ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തെ ജയിലടച്ചു. ഇദ്ദേഹം മജല്ലയില് എഴുതുന്നത് സായിക്കത്ത് എന്ന പേരിലായിരുന്നു. പിന്നീട് ഇദ്ദേഹം വിസാറത്തുൽ മാരിഫ്, ഇദ്ദേഹം അക്കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിസാറത്തുൽ ഹുക്കാനിയ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമുണ്ട്, നമുക്കറിയായിരിക്കല്ലോ. എന്താണ് സാമൂഹിക നീതി വകുപ്പ് എന്ന് പറയും. അപ്പൊ സാമൂഹിക നീതി വകുപ്പിലെ മന്ത്രിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹുക്കാനിയ എന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് നോക്കിയതാണ്. അപ്പോൾ തന്നെ മജ്ലിസ് നുവാബ്, പാർലമെന്റേറിയനുമായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, മജ്ലിസത്തുൽ ഖാനിയയിലെ മന്ത്രി ഇതുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാർലമെന്റേറിയൻ കൂടിയായിരുന്നു. ഇനി നിങ്ങൾ സാധാരണ ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഈ പുസ്തകങ്ങളുടെ പേര് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് PSC പരീക്ഷയ്ക്ക്. എന്നാൽ ചില വ്യക്തികൾ, ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നെറ്റ് പരീക്ഷയ്ക്ക് പോലും റാങ്ക് മേക്കിംഗ് ചില ടോപ്പിക്കുകളുണ്ട്, റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകളുണ്ട്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് പറയാം. ഇപ്പോ ചില വിഷയങ്ങൾ, അപ്പൊ അതിന്റെ അകത്ത് ഈ PSC പരീക്ഷയ്ക്കൊക്കെ റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകളിൽ ഒന്നാണ് നളറാത്ത് എന്ന് പറയുന്നത്. അതേപോലെ റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകളിലെ ഒരു വ്യക്തിയാണ് മുസ്തഫ ലത്തുഫുൽ മൻഫലൂത്തി. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നളറാത്ത് എന്ന് പറയുന്നത്. 3 ജുസ്സായി കൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കൂട്ടം മക്കാലകളാണ്. അതിന്റെ അകത്ത് അദബുൽ ലിജിത്തിമായി, സാമൂഹികമായിട്ടുള്ള അദബുണ്ട്, അതുപോലെ തന്നെ നഖ്ദ് ഉണ്ട്, നിരൂപണം ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടം മക്കാലകളാണ് മൻഫലൂത്തിയുടെ നളറാത്ത്. ശ്രദ്ധിച്ച് പഠിച്ചു പോണം കേട്ടോ. അതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കഥകളാണ് ഗനി വൽ ഫഖീർ, ഉറുഫത്തുൽ അഹ്സാന്. ഓക്കെ, ഇത് രണ്ടും മുമ്പ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് ഇനി സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, ഏത് മാഗസീനിലാണ് അത് പബ്ലിഷ് ചെയ്തത്? എപ്പോഴും ചോദിക്കും. എപ്പോഴും എന്ന് വെച്ചാൽ മിക്ക പരീക്ഷയ്ക്ക് ഞാൻ കാണും. 2020 നടന്നിട്ടുള്ള പരീക്ഷയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് മുഅയ്യദ് എന്ന് പറയുന്ന ജേണലിലായിരുന്നു നളറാത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അത് നളറാത്ത് എന്ന പേരിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. 1907 മുതലാണ് അത് പബ്ലിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മൻഫലൂത്തി, നളറാത്ത്, മജ്മുഅത്ത് മക്കാലാത്ത്, മുഅയ്യദ്, ഗനി വൽ ഫഖീർ, ഉറുഫത്തുൽ അഹ്സാൻ. കിട്ടിയല്ലോ? കിട്ടിയില്ലേ? ഓക്കെ. പിന്നെ അബറാത്ത് എന്ന് പറയുന്നത് അതിനകത്ത് 9 കഥകളാണ്. അതിനകത്ത് ഹിജാബ്, ഹാവിയ തുടങ്ങിയിട്ടുള്ള ഏകദേശം 9ഓളം കഥകളുണ്ട്. കൂടുതലായിട്ട് ഡീറ്റെയിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അധികം പറഞ്ഞു പോവാത്തത്. പിന്നെ ഫീ സബീലു താജ്, അൽ ഫളീല, അഷാഇർ, മാജിദ് വിലീൻ ഔ തഹ്ത ദിലാൽ സൈഫിയൂൻ, റിസാലത്തുൽ അർബഊൻ, അൽ ഇന്തിഖാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൊന്നാണ്. അടുത്തത് മുഹമ്മദ് തൈമൂറാണ്. മുഹമ്മദ് തൈമൂറിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെ പറയാറുള്ളത് മുഅസ്സിസുൽ അദബുൽ ഖിസസി വൽ മസ്റഹി ഫി മിസ്ർ. ഈ കഥ സാഹിത്യത്തിന്റെയും നാടക സാഹിത്യത്തിന്റെയും ഈജിപ്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് മുഹമ്മദ് തൈമൂർ. നിങ്ങൾ മനസ്സിലാക്കാൻ രസകരമായ ഒരു സാധനമുണ്ട്. നിങ്ങൾ ഈ പഠിക്കുന്ന നിങ്ങൾ ഇന്ന് ഷോർട്ട് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ആരെ പഠിച്ചാലും റായിദ് കിസ്സ കസീറ എന്നല്ലാതെ വേറെ ഒരു വാക്കും നിങ്ങൾക്ക് ലെഫ്റ്റിൽ ഉണ്ടാവില്ല. കാരണം എല്ലാവരും റായിദന്മാരാണ്. അതുകൊണ്ട് റുവാദുകൾ എന്ന് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ കൺഫ്യൂസ് ആക്കണ രൂപത്തിലൊന്നും ഒരിക്കലും എക്സാമിന് ചോദിക്കൂല. അത് നിങ്ങൾ പേടിക്കണ്ട. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫിൽ ഖിത്താർ എന്ന് പറയുന്ന ആദ്യത്തെ ഫിൽ ഖിത്താർ അവ്വലു ഖിസ്സത്തുൻ അറബിയ ഫന്നിയ കതബത്തു ഫിൽ അദബുൽ അറബി. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞിരുന്നു സലീം ബുസ്താനിയുടെ റംയത്തു മിനൽ ഇറാം എന്നുള്ളതാണ് ആദ്യത്തെ കിസ്സ എന്ന് പറഞ്ഞു. പക്ഷേ ഈ മുഹമ്മദ് തൈമൂർ രചിച്ചിട്ടുള്ള ഫിൽ ഖിത്താർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, ഞങ്ങൾക്ക് PG പഠിക്കാനുണ്ടായത്. അതാണ് ആദ്യത്തെ ലക്ഷണമൊത്ത അറബിക്കഥ എന്ന് പറയുന്നത്. ആദ്യത്തെ ലക്ഷണമൊത്ത അറബിക്കഥ എന്നുള്ളത്. ആദ്യത്തെ അറബിക്കഥ പലതുണ്ട്.
റമ്യത്ത് മിനോറാം ഉൾപ്പെടെ ഉള്ളതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുട്ടിന് തേങ്ങ ഇട്ടൊക്കെ വന്ന സാധനം ഏതാണ്? ഫിൽ കിത്താറാണ്. ഓക്കെ, ട്രെയിനില് നമുക്ക് സാധാരണ ഇത് ഓർത്തിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാനൊരു പാർട്ടിയുടെയും പക്ഷാപാതം പറഞ്ഞുകൊണ്ട് വരണല്ല, പുട്ടും തേങ്ങയൊക്കെ പറഞ്ഞുകൊണ്ട് ഓർമ്മയാണ്. ഈ ട്രെയിനിൽ അപ്പം വിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം ഇറങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു കോമഡി ഉണ്ട്. നമ്മൾ ഈ എന്തിന്റെ വിഷയം എന്ന സമയത്ത് അപ്പം വിറ്റ് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അപ്പം വിൽക്കാൻ കയറി പോണ ഏതിലായിരുന്നു? അതില് കിത്താറിലാണ്. ഓക്കെ, അപ്പൊ കിത്താറില് തൈമൂർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ആളുടെ പേര് ഞാനൊന്ന് ചെറിയൊന്ന് ചേഞ്ച് ചെയ്യാണ്. ഈ തൈമൂറിന്റെ അനിയനും കൂടി ചേർന്ന് വിചാരിച്ചു എന്ത് ചെയ്യാന്ന്, കിത്താറില് ഞാൻ അതിലേക്ക് വരാം, ആ കഥയിലേക്ക് വരാം. അപ്പോ കിത്താറിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് വേറെ ഒരാളെ കൂടി പറഞ്ഞതിന് ശേഷം കിത്താറിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇദ്ദേഹത്തിന് 4 നാടകങ്ങളുണ്ട്, കോമഡിക്കൽ ആയിട്ടുള്ള നാടകങ്ങളുണ്ട്. ഉസ്ഫൂർ ബിൽ കബ്സ്, അബ്ദുൽ സഫാർ അഫന്തി, അത് അഷറത്ത് ത്വയ്യിബ, അൽ ഹാബിയ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്, പഠിച്ചു വെക്കുക. അടുത്തത് മഹ്മൂദ് തൈമൂറാണ്. മഹ്മൂദ് തൈമൂറെ നമ്മൾ പറയുന്നത് റായിദുൽ ഖിസ്സ കസീറ, എന്താണ്, മുഅസ്സിസു ഫന്നുൽ ഉഖ്സൂസ എന്നൊക്കെയാണ്. ഇദ്ദേഹത്തെയും റായിദുൽ ഖിസ്സ കസീറ എന്നും മുഅസ്സിസു ഫന്നുൽ ഉഖ്സൂസ. ഈ ഖിസ്സ കസീറയുടെ മറ്റൊരു പേരാണ് ഉഖ്സൂസ എന്ന് പറയാം. ഉഖ്സൂസ എന്ന് പറയുന്നത് ഖിസ്സ കസീറയുടെ മറ്റൊരു പേരാണ്. അത് വളരെ പ്രധാനമാണ്. അപ്പൊ രണ്ടും പഠിച്ചു വെക്കാം. ഇത് എവിടെ ജനിച്ചതെന്ന് നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ 1923 അദ്ദേഹത്തിന് ദൗലത്ത് തഖ്ദീരിയ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പഠിക്കട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ്, ഒരു കൺസെപ്റ്റ് ആണ്. കാരണം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഈ സാധനം, ഏത് വർഷത്തിലാണ് അദ്ദേഹത്തിന് ദൗലത്ത് തഖ്ദീരിയ കിട്ടുന്നതെന്നുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് പുസ്തകങ്ങളാണ് കുല്ല് ആം വന്തും ബിഖൈർ, ഇഹ്സാനുള്ള, സൽവ ഫി മഹബ്ബിതിഹ്, നിദാ ഉൽ മജ്ഹൂല്. ഓക്കെ, അതായത് ഈ മജ്ഹൂലാക്കപ്പെട്ട ഒരു വിളി പറഞ്ഞു, കൊടുങ്കാറ്റില് സൽവ കാത്തിരിക്കാണ്. മഹബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹ ആക്കട്ടോ, ഇഷ്ടത്തോടെ കാത്തിരിക്കാന്ന് നമുക്ക് കിട്ടിയാ പോരെ. അപ്പം മജ്ഹൂലിന്റെ വിളി, ഒരു അപരിചിതമായ വിളി പറയാണ്. ആ കൊടുങ്കാറ്റില് എന്ത് ചെയ്യാണ്? സൽവ കാത്തിരിക്കണ. ആർക്ക് വേണ്ടിയാ കാത്തിരിക്കണേ? മഹ്മൂദ് തൈമൂർ എന്ത് ചെയ്യായിരുന്നു? മുഹമ്മദ് തൈമൂറുമായിട്ട് നേരത്തെ ട്രെയിനില് സൽവയെ കാണാൻ വേണ്ടി വന്നോണ്ടിരിക്ക. കിട്ടാറിട്ടില്ലേ? മുഹമ്മദ് തൈമൂർ സൽവയെ കാണാൻ വേണ്ടിയിട്ട് ആരോടൊപ്പം വന്നേ? കാക്കാനോടൊപ്പം, മുഹമ്മദ് തൈമൂറിനോടൊപ്പം. അള്ളാന്റെ ഭാഗ്യം കൊണ്ട് മുഹമ്മദ് തൈമൂറിന് തന്നെ സൽവയെ കിട്ടി. ഇഹ്സാനുള്ള, അള്ളാന്റെ നന്മ കൊണ്ട്. അപ്പൊ രണ്ടുപേരോടും പറഞ്ഞു, ആര്? നമ്മുടെ മുഹമ്മദ് തൈമൂർ പറയാണ്, നിനക്ക് നന്മ ഉണ്ടാവട്ടെ. നമ്മളെപ്പോഴും പറയാറല്ലേ, ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്യുന്ന പോലെ. ഞമ്മള് കൊതിച്ചൊക്കെ വന്നു തന്നെ, പക്ഷെ എങ്കിലും കിട്ടിയ എനക്കാണല്ലോ. അതുകൊണ്ട് എന്തുണ്ടാവട്ടെ, അള്ളാഹ് ബർക്കത്തെ ഇട്ടെ, കുല്ലാം ബന്ധു ബി ഖൈറെന്ന് വളരെ സങ്കടത്തോടു കൂടി മൂപ്പര് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഡാണ്. എത്രത്തോളം സെറ്റ് ആവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ അടുത്തത് യഹിയ ഹക്കിയാണ്. യഹിയ ഹക്കി ഖിസ്സ കസീറയുടെ റായിദാണ്. പക്ഷെ ഇദ്ദേഹത്തെ നിങ്ങൾ പഠിക്കുമ്പോ യഹിയ ഹക്കി കന്ദീൽ ഉമ്മു ഹാഷിം, യഹിയ ഹക്കി കന്ദീൽ ഉമ്മു ഹാഷിം, ഇദ്ദേഹത്തിന്റെ നോവലാണ് എന്താണ്, കന്ദീൽ ഉമ്മു ഹാഷിം എന്ന് പറയാം. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. യഹിയയെ കുറിച്ച് പഠിക്കുമ്പോ ഇത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. അത് എവിടെ ജനിച്ചു എന്ന് പഠിക്കണ്ട. വേണമെങ്കിൽ ഈജിപ്തുകാരനാണെന്ന് കൂടെ മനസ്സിലാട്ടോ, ഈജിപ്തുകാരനാണെന്ന് മനസ്സിലാക്കുക. കിസ്സയാണ് നിങ്ങൾക്ക് കത്തിക്കോളും. പിന്നെ അദ്ദേഹത്തിന്റെ ജനിച്ചതും മരിച്ചതും അദ്ദേഹം എവിടെയൊക്കെ പോയി, അദ്ദേഹത്തിന്റെ പ്രൈസുകൾ എന്തൊക്കെ കിട്ടി ഒന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ PSCക്കാരാണ്. നിങ്ങൾ പഠിക്കേണ്ടത് കന്ദീൽ ഉമ്മു ഹാഷിം എന്ന് പറയുന്ന ഒരു നോവൽ മൂപ്പർക്കുണ്ട് എന്നുള്ളതാണ്. ഇനി അതും മറന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ നിൽക്കരുത്. ഇതാണ്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്, ഞാനത് മറവേ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. കന്ദീൽ ഉമ്മു ഹാഷിമിൻ തഅലീഫ് ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, യൂസുഫ് ഇദ്രീസ്, യഹിയ ഹക്കി, അഹമ്മദ് അമീൻ.
ഈ ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസിന്റെ ഉമ്മയുടെ പേര് റോസുൽ യൂസുഫ് എന്നാണ്. റോസുൽ യൂസുഫ്. ഇവർക്കൊരു മജല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എടുത്തിട്ട് നമ്മൾ പണ്ട് ഞാൻ നെറ്റിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നല്ല രസമാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ. ഫീ ബൈത്തിനാ റജുല് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുസ്തകങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്, തർജമത്ത് മാജിദ് വെലീൻ അലായതി മൻഫലൂത്തി മിനൽ ലുഗ. ഈ മൻഫലൂത്തിയുടെ മാജിദ് വെലീൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തെ ഏത് വിഷയത്തിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ഉള്ളത്? അൽമാനിയ, ഫറൻസിയ, ഇഞ്ചിലീസിയ, അൽ ഫാരിസിയ. ഓക്കെ, ഈ മൻഫലൂത്തിയെ കുറിച്ചിട്ട് മുമ്പ് നമ്മൾ ഫ്രഞ്ച് ഭാഷ നാടാടുന്നത്, അതായത് മൻഫലൂത്തിയെ പറ്റിയിട്ട് നമ്മുടെ ഈ അക്കാദും മാസിനിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ദീവാനില്, അക്കാദാണെന്നുള്ള ഓർമ്മ, അക്കാദ് ഇദ്ദേഹത്തെ ഹിജാബ് ചെയ്യുന്നുണ്ട്. അതായത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൻഫലൂത്തിയുടെ കഥകളൊന്നും അല്ലെ ഉഷാറൊന്നുമില്ല, മൂപ്പർക്ക് എഴുതാനൊന്നും പറഞ്ഞുകൂടാ, മൂപ്പരെല്ലാം കോപ്പി അടിച്ച് വെച്ചിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട. അപ്പൊ ഇദ്ദേഹം എന്താണ് വിവർത്തനം ചെയ്തിട്ടുള്ളതാണ്. മൗസിമിൽ ഹിജറ ഇല ഷിമാൽ. മൗസിമിൽ ഹിജറ മാസിനെയാണല്ലോ, വെരി ഗുഡ്. മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന് പറയുന്നത് റിവായത്തുൻ അറബിയ, ഒരു അറബി നോവലാണ്. കത്തബഹ നജീബ് മഹ്ഫൂദ്, തൗസൈന്, തൊയ്യിബ് സ്വാലിഹ്, ഖലീൽ ജിബ്രാൻ. മാഷാ അല്ലാഹ്, എല്ലാവരും ഉത്തരം ചെയ്യുന്നുണ്ട്. തൊയ്യിബ് സ്വാലിഹാണ്. അല്ലഫ കിതാബ് ഹയാത്ത് മുഹമ്മദ്, അഹമ്മദ് അമീന്, ഖാദി മുഹമ്മദ് അബ്ദ ഹുസൈൻ ഐക്കൽ. ഓഹോ, കുറെ ആൾക്കാരൊക്കെ തെറ്റിക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് തെറ്റിക്കുന്നുണ്ട്. മുഹമ്മദ് ഹുസൈൻ ഐക്കലില്ലേ, നമ്മൾ പറഞ്ഞിട്ടില്ല, പറയും. നമുക്ക് ചില ആൾക്കാർക്കുള്ള ഒരു കൺസെപ്റ്റ് ആണ്, നമ്മൾ പറയാത്തൊരു സാധനത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ മുമ്പ് പഠിച്ചൊരു സാധനം എൻ്റെ അകത്തുണ്ട്, അപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല, അപ്പൊ ഒരു ടെൻഷനാ, സാറ് നമ്മൾ പറയാത്ത കാര്യം വല്ലതും പഠിപ്പിച്ച് ആകെ പണിയുണ്ടാക്കണതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊണ്ട് കൊടുക്കും. തെറ്റിപ്പോ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ സാധനം. ഓക്കെ, ജുർജി സേദാൻ ജനിക്കുന്നത് ബൈറൂത്തിലാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ അടുത്ത നോവലിലേക്കാണ് കടക്കേണ്ടത്. ഇതിന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സിലബസിൽ വന്നിട്ടുള്ള വ്യക്തികളെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മഹ്മൂദ് തൈമൂർ, നജീബ് മഹ്ഫൂദ്, മുഹമ്മദ് ഹുസൈൻ ഐക്കല്, നജീബുൽ കീലാനി, തൊയ്യിബ് സ്വാലി, ഇത്രയും പേരാണ്. ഈ മഹ്മൂദ് തൈമൂർ നമുക്ക് അറിയാവുന്നതുപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ കൂടിയാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ജുർജി ചെയ്താണ്, കുറച്ച് അധികം ഒന്ന് പറഞ്ഞു പോകണം, കാരണം ജുർജി ചെയ്താണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് റിജാലു നെഹ്ല അഥവാ നവോത്ഥാന നായകരിൽ ഒരാളായിട്ട് ഇദ്ദേഹത്തെ പരിഗണിക്കാറുണ്ട്, ജുർജി സേദാൻ. ഇദ്ദേഹം ജനിക്കുന്നത് ലെബനോണിലെ ബൈറൂത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് റായിദു റിവായാത്തു താരീഖിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്. കാരണം പ്രത്യേകിച്ചും ഇസ്ലാമിക നാടകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരുപാട് ചരിത്ര നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫത്താത്ത് വസ്സാൻ, വദാത്ത് കർബല, ഉദറാ ഖുറൈശ്, അങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം 20ഓളം, അബു മുസ്ലിം ഖുറാസാൻ, അങ്ങനെ തുടങ്ങി ഏകദേശം 20ഓളം എന്താണ് ചരിത്ര നോവലുകൾ എഴുതിയിട്ടുള്ള ഒരു പ്രമുഖ എഴുത്തുകാരനാണ് ആര്? ജുർജി സേദാൻ. അപ്പൊ സേദാന് റായിദു റിവായത്ത് താരീഖിയ. ഇനി അടുത്തത്, അദ്ദേഹം 1892 അൽ ഹിലാൽ എന്ന് പറയുന്ന മജല്ല പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അബുൽ കലാമിനും ഹിലാലുണ്ട്. പക്ഷേ ബൈറൂത്തില് റായിദാണല്ലോ ആര്? ജോർജി. ജോർജ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ?
ജോർജ് ജനിച്ച സമയം ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ പറ്റും ഹിലാൽ എങ്ങനെയാണെന്നറിയോ? ഈ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് എന്താണ് നബിയുടെ ഒരു പ്രകാശം പോലെയാണെന്ന് പറയുന്ന പോലെ ഈ ഹിലാൽ എന്ന് പറഞ്ഞാൽ വല്ല സന്തോഷമുള്ള ഒരു സമയത്താണല്ലോ ഹിലാൽ ഉണ്ടാവുക, പെരുന്നാൾ പോലെ. ഈ ഒരു നാട്ടില് നെഹ്ൽ ഉണ്ടാകുന്ന ഒരു പെരുന്നാളിന് തുല്യല്ലേ? ഓക്കെ, അപ്പം ജോർജ് എന്ന നെഹ്ല അതൊരു ഹിലാല് പോലെ നിങ്ങൾ തഷ്ബീഹ് പോലെ പഠിച്ചു വെച്ചാൽ മതി ഒറ്റ വരിയില്. ജോർജിനെ കണ്ടാൽ ഹിലാലിനെ പോലെയാണ് എന്നൊരൊറ്റ കൺസെപ്റ്റ് പഠിച്ചാൽ മതി. ജോർജിനെ കണ്ടാൽ ഹിലാലിനെ പോലെയാണ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളാണ് താരിഖു തമദ്ദുനുൽ ഇസ്ലാം, 5 ജുസ്കളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഇസ്ലാമിക നാഗരികതയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ്. നല്ല രസമാണ് വായിക്കാനൊക്കെ. ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ താരിഖു മിസ്റുൽ ഹദീസ് 2 ജുസ്ആണ്. അതുപോലെ അൽ അറബു ഫിൽ ഇസ്ലാം. ഇനി ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഞാൻ ഉൾപ്പെടുത്താത്തതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാഷയിലുള്ള ഒരു പുസ്തകമാണ് താരിഖു ആദാബ് ലുഗത്തുൽ അറബിയ. ഒരുപക്ഷെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് താരിഖു ആദാബ് ലുഗത്തുൽ അറബിയ. വളരെ ചുരുക്കിക്കൊണ്ട് അറബി സാഹിത്യത്തിന്റെ ചരിത്രങ്ങൾ പറയുന്നത് 4 ജുസുകളായി കൊണ്ടാണ്. അതുപോലെ തന്നെ ഫൽസഫത്തുൽ ലുഗ, ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാന പുസ്തകങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫത്താത്ത് ഖസ്സാൻ, ഒദറാവ് ഖുറൈഷ്, ഹജ്ജാജ് ബിൻ യൂസഫ്, ഓദത്ത് കർബല തുടങ്ങിയിട്ടുള്ള ഏകദേശം 20ലധികം ഖിസസ് താരീഖിയ എന്താണ് ചരിത്ര നോവലുകളുണ്ട്, ചരിത്ര കഥകളുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു വ്യക്തിയാണ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കല്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലും ഉണ്ട്, മുഹമ്മദ് ഹസനൈൻ ഹൈക്കലും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കേണ്ടത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെയാണ്. അദ്ദേഹം 1888 ഈജിപ്തില് കഫർ ഗിനാം എന്ന് പറയുന്ന മൻസൂറ നഗരത്തിലുള്ള കഫർ ഗിനാം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഹൈക്കൽ ജനിക്കണത്. പണ്ട് ഒരു നെറ്റിന് പഠിക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട്, നമ്മള് സ്റ്റുഡൻസിനോട് ഒന്ന് പറയാറുണ്ട്, ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ പറയാറുണ്ട്, എന്തിനാടോ വെറുതെ ഞാൻ ജനിച്ചതിനെ മാത്രം പഠിച്ചിട്ട് പോരെ, ഇവരെ എവിടെ ജനിച്ചു, അഡ്രസ് ഉൾപ്പെടെ TC 35 ബാർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു അഡ്രസ് ഉൾപ്പെടെ പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്, വല്ലാത്തൊരു അവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കേണ്ടി വരുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് കേട്ടോ ഹൈക്കൽ. കാരണം ഹൈക്കൽ കഫറിനെ എവിടെ ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോവാം. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ പുസ്തകം സൈനബ് എന്നുള്ളതാണ്. ഇത് 1913 14 2 അഭിപ്രായം കാണുന്നുണ്ട്. അവല് റിവായത്തുൻ അറബിയത്തുൻ നാലിജ, ലക്ഷണമൊത്ത ആദ്യത്തെ അറബ് നോവലാണ് എന്ത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എന്നുള്ളത്. ഓക്കെ, ഇനി ഇത്രയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ ഡിഗ്രി ഇദ്ദേഹം കിട്ടുന്നത്, ഇദ്ദേഹം ഫ്രാൻസിലാണ് പഠിക്കുന്നത്, ദീന് മിസ്റുല്ലാം എന്ന ഒരു കൺസെപ്റ്റിലാണ്. അഥവാ ഈ ഈജിപ്തിന്റെ പൊതുകടത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പൊളിറ്റിക്കൽ ലിറ്ററേച്ചറിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പല എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയത്തിലാണ് അദ്ദേഹത്തിന് എന്തുണ്ട് ഇഖ്തിസാദ് സിയാസി എന്ന് പറയും. അതിൻ്റെ അകത്താണ് അദ്ദേഹം PhD ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം 1926 സിയാസ് എന്ന് പറയുന്ന പത്രത്തിന്റെ ഡയറക്ടർ ആയിരുന്നു, എഡിറ്റോറിയൽ ജനറൽ ആയിരുന്നു ആര്, ഈ മുഹമ്മദ് ഹുസൈൻ ഹൈക്കല്. ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണ് ജാൻ ജാക്ക് റോസോ, ഹാക്കദ ഹുലിക്കത്ത്, ഹയാത്ത് മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു സീറയാണ് ഹയാത്ത് മുഹമ്മദ്. അതുപോലെ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി എഴുതിയിട്ടുള്ളതാണ് ഔഖാത്ത് ഫിറാഖ്. ഇതൊക്കെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം ഞാൻ പഠിച്ച നിങ്ങൾക്ക് കത്തിക്കൊള്ളണമെന്ന് എനിക്ക് ഉണ്ടാവൂല. ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പ്രശ്നമില്ല, പഠിച്ചിട്ട് പോയാൽ. ഓക്കെ, അടുത്തത് നജീബ് മഹ്ഫൂദാണ്. അപ്പൊ നജീബ് മഹ്ഫൂദിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പറയേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 1988 നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണെന്ന് നമുക്കറിയാം. അറിയാവുന്ന കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. എങ്കിലും
ഇദ്ദേഹം ജമാലിയയിലാണ് ജനിച്ച സുന്ദരനായ ഒരു വ്യക്തിയാണ്. സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? നജീബ് മഹ്ഫൂദ്. ഓക്കെ, ഇപ്പൊ നജീബ് മഹ്ഫൂദ് ഒരു സുന്ദരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈജിപ്തിലെ കെയ്റോയിലാണ് ജനിക്കണത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അമീറുൽ റിവായത്തുൽ അറബിയ എന്നുള്ളതാണ്. നിങ്ങൾ ആ പോസ് നോക്ക്, അത് ഇരിക്കണ ഒരു പോസും ഒക്കെ കണ്ണും കണ്ടുകൂടാ. പക്ഷെ എന്നാലും മൂപ്പരിക്കണ്ടല്ലേ അമീറാണെന്നുള്ളൊരു ആ ഒരു ഗമയോടെ അമീറുൽ റിവായത്തുൽ അറബിയ, കണ്ണു കണ്ടുകൂടെങ്കിൽ ഞാൻ അമീറാണെന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. അപ്പൊ ഇദ്ദേഹത്തെ അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ നജീബ് മഹ്ഫൂദ് ആണ് കേട്ടോ ഫോട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ഫോട്ടോ ഓർത്താൽ മതി, കിട്ടും. അമീറുൽ റിവായത്തുൽ അറബിയ ആരാണ്? നജീബാണ്. മൂപ്പരെ ബൽസാക്ക് മിസ്ർ എന്ന് പറയാറുണ്ട്. അതായത് ബൽസാക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, ആറ്റിറ്റ്യൂഡ് അല്ലെ. അപ്പം ഇദ്ദേഹത്തെ എന്താണ് ബൽസാക്ക് മിസ്ർ എന്നുള്ള പേരിൽ പറയാറുണ്ട്. അദ്ദേഹം ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അത് നോക്കാനുണ്ട് കേട്ടോ. അപ്പം അദ്ദേഹത്തിന്റെ ശൈലിയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. പിന്നെ ഹു അക്സറു അദീബുൻ അറബിയൻ തുഹവ്വലത്ത് റിവായത്തുഹു അലാ അഫ്ലാമി സിനിമഇയ. നമ്മള് ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസിനെ പറയേണ്ടിയിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. ഏകദേശം അദ്ദേഹത്തിന്റെ 60ഓളം ഫിലിമുകൾ, 60ഓളം നോവലുകൾ എന്തോ ഫിലിമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ് ഈ നജീബ് മഹ്ഫൂദ്. കമന്റ് ബോക്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ പൾസാണ്, ഈജിപ്തിന്റെ പൾസ് അറിഞ്ഞ് എഴുതിയ ഒരു വ്യക്തിയാണ് നജീബ് മഹ്ഫൂദ്. അദ്ദേഹത്തിന്റെ അധിക നോവലുകളും സിനിമയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് നമ്മൾ ചത്താൽ നിന്നെ മറക്കരുത് എന്ന് പറഞ്ഞതുപോലെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകങ്ങളാണ്. കൊട്ടാരത്തിനിടയില് പ്രണയത്തിന്റെ മത്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. അതായത് ബൈനൽ കസറിന് കൊട്ടാരത്തിനിടയില് കസറു ഷൗക്ക്, അതുപോലെ തന്നെ സുക്കിരിയ എന്ന് വെച്ചാൽ മത്തെന്നാണ്. ഓക്കെ, ഈ ബൈനൽ കസറിന് 2 കൊട്ടാരങ്ങൾക്കിടയില് മത്ത് പിടിപ്പിക്കുന്ന എന്തുണ്ടായിരുന്നു? ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു, പ്രണയത്തിന്റെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിന്റെ രാജകുമാരനാരാണ്? അത് നജീബ് മഹ്ഫൂദാണ്. 2 കൊട്ടാരങ്ങൾക്കിടയിൽ, ഒന്നും കൂടി ഞാൻ പറയാം, 2 കൊട്ടാരങ്ങൾക്കിടയില് പ്രണയത്തിന്റെ മത്ത് പിടിപ്പിച്ച ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു അറബിയില്. അത് ആരാണ്? നജീബ് മഹ്ഫൂദാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കണ്ണ് കണ്ടുകൂടെ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തെ നമ്മളെ അടുത്ത് ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരുത്തുന്ന ആ ഒരു ഇരുത്ത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി തൽക്കാലത്തേക്ക്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ നോവലുകളിൽ അദ്ദേഹം അധികം ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസിന്റിഗ്രേഷൻ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. അതായത് ഈജിപ്തിന്റെ സാമൂഹിക ചുറ്റുപാടുകളിൽ ഒരു ഇന്റഗ്രേഷൻ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഇന്റഗ്രേഷൻ മീൻസ് 2 തമ്മിലുള്ള യോജിപ്പ്. അപ്പൊ യോജിപ്പില്ല എന്നുള്ള ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രൈസാണ് നോബൽ പ്രൈസ്. 1988 അദ്ദേഹത്തിന് ഇത് കിട്ടുന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരമാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് നോവലുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അബ്സുൽ അഖ്ദാർ, റാദു ബീസ്, കഫാഹു ത്വയ്യിബ, അൽ ഖാഹിറ അൽ ജദീദ, അതുപോലെ ഖാനു അൽ ഖലീലി, അൽ ലസ്സു വൽ കിലാബ്, സുക്കാക്കുൽ മുദ്ക്ക്, ഔലാദു ഹാറത്തിന. അത് 1959 മുതൽ 67 വരെ ജരീദത്തുൽ അഹ്റാമിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്ന ഒരു പുസ്തകമാണ് ഔലാദു ഹാറത്തിന. ഈ ഔലാദ് ഹാറത്തിന എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈജിപ്തിൽ വളരെ വലിയൊരു പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ തോസൈന്റെ ഫിഷിറുൽ ജാഹിലി എന്ന പുസ്തകത്തെ പോലെ ഈജിപ്തില് അത്രയേറെ ഭരണത്തെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഔലാദ് ഹാറത്തിന, തെരുവിന്റെ മക്കളല്ല, അതിനെ തെരുവിന്റെ കൊട്ടാരത്തെരുവല്ല, ഇത് മറന്നുപോയി. ഞാൻ പറഞ്ഞുതരാം. ഔലാദ് ഹാറത്തിന തെരുവിന്റെ മക്കൾ നല്ലത്, ഷംനാസാർ അത് വിവർത്തനം ചെയ്തൊരു പുസ്തകമാണ്. ഓക്കെ, പിന്നെ ഫി ജരീദ്, അത് അഹ്റാമിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. 1959 മുതൽ 67 വരെയാണ് അതിന്റെ ഒരു പബ്ലിക്കേഷൻ നിലനിൽക്കുന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ പേരില് തെരുവിന്റെ മക്കളും തന്നെയാണ് അല്ലെ? തെരുവിന്റെ മക്കളും തന്നെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അതുപോലെ ദുനിയ അല്ലാ, ഫത്രത്തു ഷബാബ്, തഹത്തൽ മിദില്ല, ഹംസുൻ നുജും,
ഈ ഹംസ നുജും എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. സെറ്റ് വരിച്ച് മുമ്പ് ചോദിച്ചതാണ്. കാരണം നജീബ് മഹ്ഫൂദിന്റെ മരണത്തിന് ശേഷം കണ്ടെടുക്കപ്പെട്ട ഒരു പുസ്തകമാണ്. 2018 നജീബ് മഹ്ഫൂദിന്റെ ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഇനി അടുത്ത ബൈനൽ കസറൈനി കൊട്ടാരത്തെരുവ് എന്നാണല്ലേ? യെസ്, അത് സുഹറയല്ലേ? BM സുഹറയല്ലേ വിവർത്തനം ചെയ്തിട്ടുള്ളത്? കൊട്ടാരത്തെരുവ്. ഓക്കെ. അപ്പൊ അടുത്ത നജീബ് കീലാനിയുടെ സാഹിത്യം എന്ന് പറയുന്നത് അദീബുൻ വർവായിയുൻ വതബീബുൻ മിസ്രിയുൻ. അദ്ദേഹം ഒരു സാഹിത്യകാരനും നോവലിസ്റ്റും അതുപോലെ തന്നെ ഈജിപ്തിലുള്ള ഒരു ഡോക്ടർ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് നജീബ് മഹ്ഫൂദിനെ പറയാൻ വിട്ടുപോയതാണ്. നജീബ് മഹ്ഫൂദിന്റെ നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. സാഹിത്യകാരന്മാരിൽ അധികം ആൾക്കാരും പറയണത് ഇദ്ദേഹത്തിന്റെ ഔലാദ് ഹാറത്തിന എന്ന് പറയുന്ന പുസ്തകത്തിനാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് സുലാഫിയൊക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞത്. ബൈനൽ കസറൈനി കസറ ഷൗക്ക് സുക്രിയാക്ക് എന്നുള്ളതാണ്. പക്ഷെ കൂടുതലും പറയാനുള്ളത് ഔലാദ് ഹാറത്തിനാക്ക് എന്നുള്ളതാണ്. എന്നാല് ഷംനാസ ഈ നമ്മുടെ ഈ നജീബ് മഹ്ഫൂദിന്റെ ഒക്കെ വിഷയത്തിൽ കുറച്ചുകൂടി അഗ്രഗണ്യനായിട്ടുള്ള ഒരു ഒരു എഴുത്തുകാരനും ഒരു വിവർത്തകനും കൂടിയാണ് എന്റെ അധ്യാപകൻ. ഇപ്പൊ സാറ് പറയാറുള്ളത് അങ്ങനെ ഒരാൾക്ക് ഒരൊറ്റ വിഷയത്തെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ നോബൽ പ്രൈസ് കൊടുക്കാൻ പറ്റൂല. പകരം അദ്ദേഹത്തിന്റെ എൻറ്റയർ വർക്കിനായിരിക്കണം കൊടുക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ ചില നിരൂപകന്മാര് പറയുന്നുണ്ട് ഇന്നതുപോലെ ഇന്ന വിഷയങ്ങൾക്കാണെന്ന് പറയുന്നുണ്ട് എന്നുള്ളതുള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് ഞാനും PSC പരീക്ഷയ്ക്കോ നെറ്റ് പരീക്ഷയ്ക്കോ സെറ്റ് പരീക്ഷയ്ക്കോ ഒന്നും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, കൊണ്ടിരുന്നെങ്കിൽ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തുമായിരുന്നു. പിന്നെ ഇദ്ദേഹം നജീബ് കീലാനി. ഓക്കെ, ഇപ്പൊ നജീബ് മഹ്ഫൂദ് നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. 3 എണ്ണം കേട്ടോ, 3 എണ്ണം. അപ്പോ നജീബ് മഹ്ഫൂദിന്റെ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്ത നജീബ് കീലാനിയിലേക്ക് വരാണ്. നജീബ് കീലാനിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, റായിദ് റിവായത്ത് താരിഖിയത്തുൽ ഇസ്ലാമിയ എന്ന് ഇദ്ദേഹത്തെയും പറയാറുണ്ട്. റായിദ് റിവായത്ത് താരിഖിയത്തുൽ ഇസ്ലാമിയ. പക്ഷേ ജുർജി ചെയ്തതിനു ശേഷം ഉള്ള ഒരു റായിദ് റിവായത്ത് താരിഖിയത്തുൽ ഇസ്ലാമിയാണ് നജീബ് കീലാനി. ഇതുപോലെ ഇനി ഒരാൾ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇദ്ദേഹത്തെ പറയുന്ന ഒരു സാധനമാണ് അമീദുൽ അദബുൽ അറബി അൽ ഇസ്ലാമി എന്നുള്ളത്. ഇവിടെ അമീദുൽ അദബുൽ അറബി എന്ന് മാത്രം പറഞ്ഞിരുന്ന നമ്മൾ ആരെ പറയുമായിരുന്നേനെ? തോസേനെ പറഞ്ഞേനെ. പക്ഷേ അമീദുൽ അദബുൽ അറബി അൽ ഇസ്ലാമി എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആരെ പറഞ്ഞു? നജീബ് കീലാനിയെ പറഞ്ഞു. 2 മാറിപ്പോകരുതേ. ഓക്കെ. പിന്നെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കസീദ എന്ന് പറയുന്നത് ഫലസ്തീനെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവാനുൽ ഖുർബാവ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ദീവാൻ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ലഹു ഫളുൻ കബീറൻ ഫി തഅസീസ് റാബിതത്തുൽ അദബുൽ ഇസ്ലാമി, ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിൽ ഇദ്ദേഹത്തിന് വളരെ വലിയ ഒരു എന്തുണ്ടായിരുന്നു, ഫളുൽ ഉണ്ടായിരുന്നു, പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് വലഹു അലാഖത്തുൻ മഅ ജംഇയ്യത്തുൽ ഇഖ്വാനുൽ മുസ്ലിമീൻ. ഇഖ്വാനുൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിക് സംഘടന, അതുമായിട്ട് വളരെ വലിയ ബന്ധം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ആര്? ഈ നജീബ് കീലാനി. വെറുതെ ഒന്നും അല്ല, ഇദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ ജയിലൊക്കെ അടച്ചിട്ടുണ്ട് അന്നത്തെ ഭരണകൂടം. കാരണം ഈ ജമിയത്തുൽ ഇഖ്വാനിൽ ഹസനുൽ ബന്നയുടെ ജമിയത്തുൽ ഇഖ്വാനുൽ മുസ്ലിമീന്റെ റായിദാണ് ഹസനുൽ ബന്ന. അപ്പൊ ഇദ്ദേഹം ഇവരിലുള്ള ആൾക്കാരെയൊക്കെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ജയിലടക്കുന്നുണ്ട് 2-3 വട്ടമൊക്കെ. 2 വട്ടം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു എത്ര വട്ടം ജയിലടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡീപ്പായിട്ട് പോകണ്ടെന്ന് വെച്ചിട്ട് പറയാത്തതാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ത്വരീഖുൽ ത്വീല്, അൽ യൗമു മൗഊദ്, ഖാത്തിലു ഹംസ, ഒദറാഉ ജാക്കർത്ത, അതുപോലെ ലയാലി തുർക്കിസ്ഥാന്, ഹൗലദ്ദീനി വദ്ദൗല, നഹ്നു വൽ ഇസ്ലാം, ലയാലി തുർക്കിസ്ഥാൻ, അമ്മാലിക്കത്തു ഷിമാൽ. ഓക്കെ. മുമ്പ് ഞാനിത് പഠിക്കുന്ന സമയത്ത് ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പഠിച്ചത്. കഥ എവിടെയെന്ന് ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞുതരായിരുന്നു. ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് പുസ്തകങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കഥയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പഠിച്ചിരുന്ന സമയത്ത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ രൂപത്തിൽ കഥകളോ അല്ലെങ്കിൽ കവിതകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ആദ്യത്തെ വാക്കുകൾ വെച്ചിട്ട് കോളുകളൊക്കെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മറക്കൂല.
നമുക്ക് എവിടെ കണ്ടാലും ഇന്നയാളുടെ പുസ്തകമാണെന്ന് മനസ്സിലാക്കാം. കാരണം നമ്മളെ കഥ റിലേറ്റഡ് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു ചോദ്യം, അൽ ഖിസ്സ അൽ വഹീദ അൽ മിസ്രിയ അല്ലതി വഹറത്തി അല ഷാഷത്തുൽ മസ്റഹിയ മർറത്തൻ ഫി ഫീലിമി സ്വാമിത്തിൻ വ മർറത്തിൻ വ ഫിലിമിൻ നാത്തിക്കിൻ. അതായത് ഏത് കഥയാണ് ആദ്യമായിട്ട് ഒരു നിശബ്ദ ചലച്ചിത്രം എന്ന പേരിലും പിന്നീട് ഒരു ശബ്ദ ചലച്ചിത്രം എന്ന പേരിലും ഈജിപ്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത്? ലൈല, അൽ മഹ്തമു അൽ ബരീഅ്, സൈനബ്, അൻഷൂദത്ത് ഫുആദ്. സൈനബ് തന്നെയാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഈ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പരീക്ഷകൾക്ക് ഈ ഫിലിം, ഈജിപ്തിലെ ഫിലിം എന്നത് ഒരു വിഷയമാണ്, അവർക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഹയാത്ത് മുഹമ്മദ് ആരുടെ പുസ്തകമാണ്? അഹമ്മദ് അമീൻ, അക്കാദ്, മുഹമ്മദ് അബ്ദ, ഹൈക്കൽ. നജീബ് മഹ്ഫൂദിന്റെ പുസ്തകം ഏതാണ്? ഖാനുൽ ഖലീലി, ദുആ ഉൽ കർവാൻ, ദംഅത്തൻ വ ഇബ്തിസാമ, സൈനബ്. സൈനബ് ആരുടെ പുസ്തകമാണ്? നജീബ് മഹ്ഫൂദിന്റെ ആണോ സൈനബ്? സൈനബ് എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഇതിന്റെ ഉത്തരം വരുന്നത് ഖാനുൽ ഖലീലിയാണ്. ഖാനുൽ ഖലീലി, സുക്കാക്കുൽ മുദക്ക്, സുക്കിരിയ എന്നൊക്കെ പറഞ്ഞ കുറെ പുസ്തകങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. ദുആ ഉൽ ഖർവാൻ എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? ദുആ ഉൽ ഖർആൻ, ദുആ ഉൽ ഖർവാൻ. ഓക്കെ, ദംഅത്തൻ വ ഇബ്തിസാമ എന്നുള്ളതോ? ദംഅത്തൻ വ ഇബ്തിസാമ. ദുആ ഉൽ ഖർവാൻ എന്നുള്ളത് ത്വാ ഹുസൈന്റെ പുസ്തകമാണ് കേട്ടോ. ദുആ ഉൽ ഖർവാൻ എന്ന് പറയുന്നത് ത്വാ ഹുസൈന്റെ ഒരു പുസ്തകമാണ്, ദുആ ഉൽ ഖർവാൻ. അതുപോലെ ദംഅത്തൻ വ ഇബ്തിസാമ എന്നുള്ളത് നജീബ് നമ്മുടെ ആരുടെയാണ്? ജിബ്രാന്റെയാണ്. സൈനബ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കലിന്റെയാണ്. വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്, പഠിച്ചു വെക്കാൻ കേട്ടോ. കിഫാഹു തയ്യിബ, നജീബ് മഹ്ഫൂദ്, ഹിയ റിവായത്തുൻ വാഖിയ്യ, റിവായത്തു മാ ഫൗക്കൽ വാഖിയ്യ, റിവായ താരീഖിയ, റിവായ ഫൽസഫിയ. ഈ റിവായക്ക് ഒരുപാട് എലമെന്റുകൾ ഉണ്ട്. റിയലിസ്റ്റിക് നോവലാണോ, അതുപോലെ തന്നെ മാ ഫൗക്കൽ വാഖിയ്യാണോ, അതുപോലെ റിവായ താരീഖിയ, അതല്ല റിവായത്ത് ഫൽസഫിയ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള നോവലുകളാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ റിവായത്തു താരീഖിയ, ചരിത്ര നോവലുകൾ എന്ന ഒരു എലമെന്റിൽ വരുന്ന ഇതാണ് നജീബ് മഹ്ഫൂദിന്റെ കിഫാഹു ത്വയ്യിബ എന്ന പുസ്തകം. കസർ ഷൗക്ക് എന്നുള്ളത് മിൻ അമാരി, നാസിഖുൽ മലായിക, അബ്ദുൽ ഹയ്യിൽ ഹുസ്നി, സൈനുദ്ദീൻ സഗീർ, നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദിന്റെ പുസ്തകമാണ്. അടുത്തൊരു ചോദ്യം, ലൈസത്ത് മിൻ റിവായാത്ത് നജീബുൽ ഖിലാനി, നജീബ് ഖിലാനിയുടെ ഗ്രന്ഥങ്ങളിൽ, നോവലുകളിൽ പെടാത്തത്? അമ്മാലക്കത്തു ഷമാല്, ഒദറാഉ ജാക്കർത്ത, ലയാലി തുർക്കിസ്ഥാൻ, ഒദറാഉ ഖുറൈഷ്. ഒദറാഉ ഖുറൈഷ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ജുർജി ചെയ്താണ്ടാണ് ഒദറാഉ ഖുറൈഷ്. ബാക്കിയെല്ലാം നജീബ് ഖിലാനിയുടെയാണ്. അടുത്തത്, റിവായത്തുൻ അറബിയ തതസവ്വറു ഖവായ മുതഅല്ലിഖത്തു ബിഖിതാബി മാ ബഅദൽ ഇസ്തിഅമാർ. പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന സാധനമുണ്ട്. പോസ്റ്റ് കൊളോണിയലിസം, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന അറബി നോവൽ ഏതെന്നുള്ളതാണ്. ഔലാദ് ഹാറത്തിന, മൗസിമുൽ ഹിജറ ഇല ഷിമാൽ, അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, സൈനബ്.
ഏതാണ്? മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്നുള്ളതാണ് ഇതിന്റെ പുസ്തകം. ഓക്കെ, അത് ആരുടെ പുസ്തകമാണ്? ആരുടെ പുസ്തകമാണ് മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്നുള്ളത്? ത്വയ്യിബ് സ്വാലിഹിന്റെ പുസ്തകമാണെന്ത്? മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്നുള്ള ഒരു പുസ്തകം. അപ്പൊ നമ്മള് ത്വയ്യിബ് സ്വാലിഹിനെ കുറിച്ച് പറയണം. ഞാൻ ഇത് പറയാൻ കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ത്വയ്യിബ് സ്വാലിഹ്. ത്വയ്യിബ് സ്വാലിഹ് അബക്കരിയത്ത് റിവായത്തുൽ അറബിയ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത്. അബക്കരിയത്ത് എന്നാണ് പറയാറുള്ളത്. അദ്ദേഹം ഒരു സുഡാനി റൈറ്റർ ആണ് ത്വയ്യിബ് സ്വാലിഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു സുഡാനി റൈറ്റർ ആണ് ത്വയ്യിബ് സ്വാലിഹ്. ഇദ്ദേഹത്തെ വാഹിദിൻ അഷ്ഹറു അൽ ഉദബാഉൽ അറബല്ലത്തുൽ അലൈഹി നുഖാദ് ലഖബ് അബക്കരിയത്ത് റിവായത്തുൽ അറബിയ. ഓക്കെ, വളരെ പ്രശസ്തനായിട്ടുള്ള എന്താണ് ഒരേ ഒരു എന്താണ് പണ്ഡിതനാണ് എന്ത് അബക്കരിയത്ത് റിവായത്ത് അറബിയ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇദ്ദേഹത്തെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന് പറയുന്ന നോവലിലൂടെയാണ്. കാരണം ലോകത്തുള്ള വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഒരു പുസ്തകമാണ് മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്നുള്ളത്. ഈ കോളനി വൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണല്ലോ കോളനി വൽക്കരിച്ചിട്ടുള്ളത്. അപ്പം ഷമാലിലേക്ക് എന്ത് ചെയ്തു? ഹിജ്റ മാസം അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ഹിജ്റകളുടെ ഒരു മൗസിം നടക്കാണ്. മൗസിമിന്റെ ഒരു ഹിജ്റ നടക്കാണ്. ഒന്നുകൂടി പറയാം, ഷിമാലിലേക്ക് മാസങ്ങളുടെ ഒരു ഹിജ്റ നടത്തിയത് ആരായിരുന്നു? സ്വാലിഹായിരുന്നു. ഒരു നല്ലൊരു യാത്ര നടത്തി. ഒന്നുകൂടി, ഷിമാലിലേക്ക് മാസങ്ങളുടെ യാത്ര നല്ല രൂപത്തിൽ നടത്തിയത് ആരാണ്? സ്വാലിഹാണ്. ത്വയ്യിബാണ്. നല്ല ത്വയ്യിബ് സ്വാലിഹ് കിട്ടൂലേ? നല്ലൊരു യാത്ര നടത്തി സ്വാലിഹ്. അപ്പം മൗസിമ് ഹിജ്റത്തു ഇല ഷിമാല് ത്വയ്യിബ് സ്വാലിഹ്. അപ്പൊ അതെങ്ങനെ പഠിച്ചേക്കാട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, ഇത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്, കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഡ്വാർഡ് സയീദ് കാത്തിബുൻ ഫലസ്തീനിയൻ അംരീക്കിയൻ, ഒരു അമേരിക്കൻ ഫലസ്തീനി റൈറ്ററാണ് എഡ്വാർഡ് സയീദ്. 1935 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പെടാത്തത് ഖാരിജുൽ മക്കാന്, സുദൻ നസിയാന്, അൽ ഇസ്തിഷറാഖ്, സലാം ബില അർദ്. സുദൻ നസിയാൻ എന്ന് പറയുന്നത് നജീബ് മഹ്ഫൂദിന്റെ ഒരു പുസ്തകമാണ്. നമ്മൾ നേരത്തെ നജീബ് മഹ്ഫൂദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നില്ല. നജീബ് മഹ്ഫൂദിന്റെ പുസ്തകമാണ് സ്വദ നസിയാൻ എന്നുള്ളത്, സ്വദ നെയ്സാൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇസ്തിഷറാഖ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളത്, ഓറിയന്റലിസം എന്ന് പറയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് എക്സാമിന്, പ്രത്യേകിച്ച് സെറ്റ് പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഇസ്തിഷറാഖ് മിൻ തഅലീഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ എപ്പോഴും ചോദിക്കും. ഇപ്പൊ എഡ്വാർഡ് സയീദ് എന്ന് പറയുന്നത് മുഫക്കിറാണ്, ഒരു ചിന്തകനാണ്, ഒരു നിരൂപകനാണ്, ഒരു ഫലസ്തീനി അമേരിക്കൻ റൈറ്ററാണ് എഡ്വാർഡ് സയീദ്. ഇദ്ദേഹത്തെ സൗത്തുൽ അക്വ എന്നാണ് അദ്ദേഹത്തെ അപരനാമത്തിൽ അറിയപ്പെടുന്നത്. എഡ്വാർഡ് സയീദിന്റെ ലക്കബാണ് സൗത്തുൽ അക്വ. കാരണം ഫലസ്തീനി, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഫലസ്തീനി വിഷയങ്ങളിൽ വളരെ നല്ല രൂപത്തിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ സൗത്തുൽ അക്വ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അപ്പോ ഈ സയ്യിദ്മാര് കുറെ ഉണ്ട് കേട്ടോ, നമുക്ക് പഠിക്കേണ്ട കുറെ സയ്യിദ്മാരുണ്ട്. ഈ സയ്യിദ്മാരിലെ സയ്യിദ് എന്ന് വെച്ചാൽ നേതാവ് എന്നല്ലേ? ഇത് നേതാവിന് പ്രത്യേകത ഉണ്ട്. എല്ലാവരെക്കാളും ശബ്ദമൊക്കെ ഉയർത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം സയ്യിദ്മാരിലെ സയ്യിദായിരുന്നു എഡ്വാർഡ്. കാരണം എന്താ? നന്നായി ശബ്ദം ഉയർത്തുന്ന വ്യക്തിയായിരുന്നു. ഇന്ന് പഠിച്ചു വെച്ചാൽ മുപ്പയുടെ സൗത്തുൽ അക്വ എന്നുള്ള ലക്കുവ് കിട്ടും കേട്ടോ. ഓക്കെ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചില പുസ്തകങ്ങളുണ്ട്. തഅലിയത്തുൽ ഇസ്ലാം, അതുപോലെ സലാം ബില അർദ്, അത് എക്സാമിന് ചോദിച്ചതാണ്. അതുപോലെ അൽ ഇസ്തിഷറാഖ്, അതുപോലെ ഖാരിജുൽ മക്കാൻ, അത് അദ്ദേഹത്തിന്റെ ഒരു സീറാദാത്തിയാണ് ഖാരിജുൽ മക്കാൻ എന്നുള്ളത്. ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇഖ്തറൽ അസിഹു മിന തസ്രീഹാത്തുൽ ആതിയ, താരതമ്യം ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക.
കിതാബത്ത് വരിബായ മിനൽ അമലിയത്തുൽ അദബിയ. നോവൽ എന്ന് പറയുന്നത് ഒരു എന്താണ് സാഹിത്യ പ്രവർത്തനമാണ്. കാരണം യസ്അൽ കാത്തിബു ഇല ജദബൽ കാരിഉ ബിൽ ഫഖറാത്തുൽ കസീറ, അതായത് ചെറിയ ഫിക്റകളിലേക്ക് ഈ വായനക്കാരന്റെ അറ്റൻഷനെ എഴുത്തുകാരൻ ക്ഷണിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് യസ്അൽ കാത്തിബു ഇല ജദബിൽ കാരിഇ ബിഇസ്തിഖ്ദാമി തഅബീറാത്തുൽ ജമീല വസുവരിൽ ഖയാലിയ, അതായത് ഒരു വായനക്കാരന്റെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത് ബിഇസ്തിഖ്ദാമി തഅബീറാത്തുൽ ജമീല, മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്തുകൊണ്ടും വസുവറിൽ ഖയാലിയ, ഭാവനാത്മകമായിട്ടുള്ള ചിത്രങ്ങൾ രൂപീകരിച്ചുമാണ്. യസ്അ അൽ കാത്തിബു ഇല തജല്ലബി ഇംതാഇൽ കാരി, അതായത് ഈ വായനക്കാരന്റെ എന്താണ് നല്ല രൂപ എന്താണ് തജല്ലബ, ജല്ലബ യുജല്ലിബൂലമാണ് നോക്കണം. ഇനി എന്തായിരുന്നാലും വായനക്കാരന്റെ ആ ഒരു നല്ല ഒരു വായനയിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിന്റെ അകത്ത് ഓപ്ഷൻ എ ഓൺലി ആണോ ശരിയായി വരിക, ഓപ്ഷൻ ബി 2 ഓൺലി ആണോ ശരിയായി വരിക, ഓൺലി 3 ആണോ, ഓൺലി 1 and 2 ആണോ എന്നുള്ളതാണ് വലിച്ചു കൊണ്ടുവരിക അല്ലെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം നോക്കാം. ഓക്കെ ടീച്ചറെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ തജല്ലബ ഇമിത്ത നമുക്കറിയാം, ഇവിടെ രണ്ടും കൂടി വരുന്ന ഒരു സാധനമാണ്. ഇദാ ജദബുൽ കാരിഇ ബിഇസ്തിഖ്ദാമി തഅബീറാത്തുൽ ജമീല വസ്വറിൽ ഖയാലിയ, എന്താണ് ഭാവനാത്മകമായ ചിത്രീകരണത്തിലൂടെയും അത് മനോഹരമായിട്ടുള്ള തഅബീറുകളിലൂടെയുമാണ് ഉപയോഗിക്കുക. പരീക്ഷയ്ക്ക് ഇപ്പൊ രണ്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഷോർട്സ് എന്താണ് നോവലുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തത്? യസ്അൽ കാത്തിബു ഇലാ ജദബൽ കാരി ബിൽ ഫിഖറാത്തുൽ കസീറ, ഷോർട്ടായിട്ടുള്ള ഫിക്റകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വായനക്കാരന്റെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഷോർട്ടായിട്ടുള്ളതല്ല നോവലിൽ ഉണ്ടാവുക, വൈഡായിട്ട് തന്നെ ഉണ്ടാവും. വൈഡായിട്ടാണ് നോവൽ ഉണ്ടാവുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പൊ ബി എ വരെയുള്ള കാര്യം എന്താണ്? അതിൻ്റെ അകത്ത് തഅബീറാത്തുൽ ജമീല, മനോഹരമായിട്ടുള്ള ഇസ്തിഖ്ദാമുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഭാവനാത്മകമായ ചിത്രീകരണങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ് നോവലിന്റെ പ്രത്യേകതകളാണ്. മൻ ഖാമ അൽ അഖാമൽ മസ്റഹിയ ബൈനൽ അറബി അവ്വലൻ, ആദ്യമായിട്ട് നാടകം കൊണ്ടുവന്നതാരാണ്? തൗഫീഖുൽ ഹക്കീം, ജുർജി സെയ്ദാന്, നജീബ് മഹ്ഫൂദ്, മാറു നക്കാഷ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ മാറു നക്കാഷ് ആണ് ശരിയായ ആൻസർ വരുന്നത്. ഓക്കെ, മാറു നക്കാഷ് ആണ് ശരിയായ ആൻസർ വരുന്നത്. അപ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ മോഡൽ ലിറ്ററേച്ചറിൽ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മസ്റഹിയ, നാടകം എന്ന് പറയുന്നത്. അതുപോലെ നിരൂപണം പറയാനുണ്ട്. ഒക്കെ ഇൻഷാ അല്ലാഹ് അതിന് മറ്റൊരു ദിവസം മറ്റൊരു സമയത്ത് നിങ്ങളുമായിട്ട് സംവദിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തൽക്കാലം വിട പറയുന്നു. മുമ്പ് കലിമാറ്റി നിങ്ങളോട് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് മാക്സിമം തീർക്കണമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ സമയത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണത്താലാണ് തീർക്കാൻ കഴിയാതെ പോയത്. ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.